ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൈപ്പ് കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി സിയിൽ നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഇഫ് മോർ ദാൻ വൺ ഓപ്പറേറ്റേഴ്സ് ആർ ഇൻവോൾവ്ഡ് in an expression, C language has a predefined rule of priority for the operators. This rule of priority of operators is called operator precedence. അതായത് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നോർമലി ഒരു എക്സ്പ്രഷനകത്ത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ഓപ്പറേറ്ററിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം, ഏത് ഓപ്പറേറ്ററിനെ രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സി ഹാസ് എ പ്രീ ഡിഫൈൻഡ് റൂൾ ഓഫ് പ്രയോറിറ്റി. അതായത് ഏത് ഓപ്പറേറ്ററിന് എത്ര പ്രയോറിറ്റി കൊടുക്കണം, ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ലോവസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, അങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് റൂൾ ഓഫ് പ്രയോറിറ്റി ഉണ്ട്. ദിസ് പ്രീ ഡിഫൈൻഡ് റൂൾ ഓഫ് പ്രയോറിറ്റി ഈസ് കോൾഡ് ഓപ്പറേറ്റർ പ്രസിഡൻസ്. Then associativity. If two operators of same precedence or priority is present in an expression, associativity of operators indicates the order in which they execute. അതായത് നമുക്കിപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഏതിലാണ് പ്രയോറിറ്റി കൂടുതൽ എന്നുള്ളതാണ് പ്രസിഡൻസ് റൂൾസ് പറയുന്നത്. ഇനി ഒരേ പ്രയോറിറ്റി വരുന്ന ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നാൽ അതിനെ ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം, അതിന് ഉള്ള റൂളാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രസിഡൻസും അസോസിയേറ്റിവിറ്റിയും ഡിഫറൻസ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ നോക്കാം. 3 - 2 * 5 + 3. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക ഈ 2 * 5 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആയിരിക്കും. കാരണം ഇതിനകത്ത് 3 ഓപ്പറേറ്റേഴ്സാണുള്ളത്, മൈനസ്, സ്റ്റാർ, പ്ലസ്. ഇതിൽ ഏറ്റവും പ്രസിഡൻസ് കൂടുതൽ സ്റ്റാറിനാണ്. ആ രീതിയിലാണ് സി അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 * 5 ആണ് ആദ്യം ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 - 2 * 5 എന്ന് പറയുമ്പോൾ 10 + 3. ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ വരിക. ഇനി 3 - 10 + 3 എന്നായി എക്സ്പ്രഷൻ. അതിനുശേഷം ബാക്കി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, മൈനസും പ്ലസും. സിയുടെ പ്രസിഡൻസ് റൂൾ അനുസരിച്ച് മൈനസിനും പ്ലസിനും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ പ്രയോറിറ്റി ഉള്ള രണ്ട് ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അസോസിയേറ്റിവിറ്റിയിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഒരേ പ്രയോറിറ്റി വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യും. അതായത് ലെഫ്റ്റിൽ വരുന്ന ഓപ്പറേറ്റർ ഏതാണെന്ന് വെച്ചാൽ അതിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, അതിനുശേഷം റൈറ്റ്. അപ്പോൾ ഈ മൈനസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കുക. A = B = 10. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം 10നെ ബിയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ബിയുടെ വാല്യൂ 10 ആയി. ഇനി ബിയിനെ എയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ 10 ആയി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കുക. ആദ്യം ഇപ്പോൾ രണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആദ്യം വർക്ക് ചെയ്തത് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അത് കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ അസോസിയേറ്റിവിറ്റി നമ്മൾ പറയുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയും. അതേസമയം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ അതാണ് പ്രസിഡൻസും അസോസിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നും കൂടെ ഒരു ഷോർട്ടായിട്ട് പറയാം. പ്രസിഡൻസ് റൂൾസ് ഡിസൈഡ്സ് ദി ഓർഡർ ഇൻ വിച്ച് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ്. അതായത് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ പറയാനാണ് പ്രസിഡൻസ് റൂൾസ്. ദെൻ അസോസിയേറ്റിവിറ്റി റൂൾസ് ഡിസൈഡ്സ് ദി ഓർഡർ ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഒക്കറൻസസ് ഓഫ് ദി സെയിം ലെവൽ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ്. അതായത് സെയിം പ്രസിഡൻസ് റാങ്കുള്ള ഈ പ്രസിഡൻസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റാങ്ക് 1 റാങ്ക് 2 എന്ന് പറഞ്ഞിട്ടാണ് പ്രസിഡൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിം റാങ്കിൽ വരുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ഒക്കറൻസ് ഒരു എക്സ്പ്രഷനിൽ വരികയാണെങ്കിൽ അവരെ ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള റൂളാണ് അസോസിയേറ്റിവിറ്റി റൂൾ. അപ്പോൾ അതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി
ഇത് വലിയൊരു ടേബിളാണ്. ഈ ടേബിള് നമ്മുടെ കംപ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി എങ്ങനെയാണെന്നുള്ളത് പറയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രസിഡൻസ് കൂടിയത് ഇതാണ് റാങ്ക് 1. റാങ്ക് 1 വരുന്നത് പാരന്തസിസ്. അത് ഫങ്ഷൻ കോൾ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് പ്രസിഡൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാരന്തസിസ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ദെൻ അറേ എലമെൻറ്റ് റെഫറൻസ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇൻഡയറക്റ്റ് മെമ്പർ സെലക്ഷൻ, ഡയറക്റ്റ് മെമ്പർ സെലക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പ്. ഈ 4 എണ്ണത്തിനും ഒരേ പ്രസിഡൻസ് ആണ്. ഈ 4 എണ്ണത്തിനുമാണ് ഹയസ്റ്റ് പ്രസിഡൻസ് വരുന്നത്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 or 3 എണ്ണമൊക്കെ ഒരുമിച്ച് വരികയെന്നുണ്ടെങ്കിൽ അതിന് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഈ ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റിവിറ്റി. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കാം. ലോജിക്കൽ നെഗേഷൻ, ബിറ്റ് വൈസ് വൺസ് കോംപ്ലിമെൻറ്റ്, യൂണറി പ്ലസ് മൈനസ്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ്, ദെൻ അഡ്രസ് ഓപ്പറേറ്റർ, പോയിൻ്റ് റെഫറൻസ്, സൈസ് ഓഫ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് റാങ്ക് 2 വരുന്നത്. ഇതിൻ്റെ അസോസിയേറ്റിവിറ്റി റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ദെൻ റാങ്ക് 3 മൾട്ടിപ്ലൈ, ഡിവൈഡ്, റിമൈൻഡർ. റിമൈൻഡറും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് 2 പ്രയോറിറ്റി ലെവലുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റിമൈൻഡർ. സെക്കൻഡ് വരുന്നത് പ്ലസ് മൈനസ്. ഇതിൽ യൂണറി പ്ലസ് മൈനസും ഇല്ല, ബൈനറി പ്ലസ് ആൻഡ് മൈനസ്, അഡീഷനും സബ്ട്രാക്ഷനും ഉള്ള പ്ലസ് ആൻഡ് മൈനസ്. യൂണറി പ്ലസും മൈനസും റാങ്ക് 2 വന്നതായിരുന്നു. ഇനി പറഞ്ഞതൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി. അപ്പം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന് 2 ലെവൽ പ്രസിഡൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റിനുമാണ് അടുത്ത പ്രസിഡൻസ്. അത് കഴിഞ്ഞിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ. നിങ്ങളിത് മൊത്തമായിട്ട് പ്രസിഡൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. 2 ഓപ്പറേറ്റർ ഒരുമിച്ചൊരു എക്സ്പ്രഷനിൽ വരുന്ന സമയത്ത് ഏതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യാമെന്ന് അറിയണം നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രസിഡൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാം. ദെൻ റിലേഷണൽ ഓപ്പറേറ്ററിൽ ഇത് ഇത്രയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവർക്കെല്ലാം ഒരേ പ്രയോറിറ്റിയാണ്. അതിനേക്കാളും പ്രയോറിറ്റി കുറവാണ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റേഴ്സിന്. അതായത് ലെസ് ദാനും അതുപോലെ ഈക്വൽ ടു 2 ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ലെസ് ദാൻ എന്ന് പറയുന്ന പോർഷനായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈക്വൽ ടു എന്ന് പറയുന്ന പോർഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബിറ്റ് വൈസ് ആൻഡ്, ദെൻ ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സ് ഓർ, ബിറ്റ് വൈസ് ഓർ, ലോജിക്കൽ ആൻഡ് ഓർ, ദെൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ലോജിക്കൽ നോട്ട് സെക്കൻഡ് റാങ്കിൽ വന്നു കഴിഞ്ഞു കേട്ടോ. അതായത് ആ യൂണറി ഓപ്പറേറ്റേഴ്സിനൊക്കെ പ്രസിഡൻസ് കൂടുതലാണ് ബൈനറി ഓപ്പറേറ്റേഴ്സിനേക്കാളും കൂടുതൽ. ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ദെൻ കോമ ഓപ്പറേറ്ററിനാണ് ഏറ്റവും പ്രയോറിറ്റി കുറവ്. 15th റാങ്കാണ് വരുന്നത്. ഇതിൽ നോക്കുക, ഇതെല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി വരിക. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരിക. അപ്പോൾ ഇത്രയാണ് പ്രസിഡൻസ് ടേബിളിനകത്ത് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ റാങ്ക് 10 വരുന്നത് ഏതൊക്കെയാണ് ഇങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയേണ്ടത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആദ്യം മനസ്സിലാക്കുക. യൂണറി ഓപ്പറേറ്റേഴ്സൊക്കെ ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സാണ്. അതിൻ്റെ മുകളിലാണ് പാരന്തസിസിൻ്റെ പ്രയോറിറ്റി. നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിനകത്ത് പാരന്തസിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ളതിന് ഹയർ പ്രയോറിറ്റി കിട്ടും. ദെൻ ബിറ്റ് വൈസ് യൂണറി ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ ഹയർ പ്രയോറിറ്റി സ്റ്റാർ, സ്ലാഷ് ആൻഡ് പെർസെൻറ്റേജ്. അത് കഴിഞ്ഞാൽ പ്ലസ് ആൻഡ് മൈനസ്. എല്ലാത്തിൻ്റെ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അത് കഴിഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്ററിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അടുത്ത പ്രയോറിറ്റി. അതിൻ്റെയും താഴെയാണ് ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു വരുന്നത്. ഇതിനെല്ലാം അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. റിലേഷണൽ ഓപ്പറേറ്ററും കഴിഞ്ഞിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ പ്രയോറിറ്റി വരുന്നത്.
അതിൽ തന്നെ ലോജിക്കൽ ആൻഡിനാണ് പ്രയോറിറ്റി കൂടുതൽ, അതിന് ശേഷമാണ് ലോജിക്കൽ ഓറിന് പ്രയോറിറ്റി വരിക. പക്ഷേ ഇതിനകത്തുള്ള ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് അത് ഹൈ പ്രയോറിറ്റിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരിക. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ അസോസിയേറ്റിവിറ്റി റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞത് കോമ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇത്രയാണ് ഈ ടേബിളിനകത്ത് ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ A = B + 10 ആൻഡ് B > 5. ഇതിലെവിടെയും ബ്രാക്കറ്റ് ഒന്നും കൊടുത്ത് പാരന്തസിസ് ഒന്നും കൊടുത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് സിയുടെ പ്രസിഡൻസ് റൂൾ അനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ ഇവാലുവേഷൻ പോണത്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നമുക്ക് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? ഇവിടെ ഈക്വൽ ഓപ്പറേറ്റർ ഉണ്ട്, ദെൻ പ്ലസ് ഉണ്ട്, ലോജിക്കൽ ആൻഡ് ഉണ്ട്, റിലേഷണൽ ഗ്രേറ്റർ ദാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കൂടിയത് അഡീഷനാണ്. അപ്പോൾ അഡീഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അസ്യൂം ചെയ്യാണ് എയുടെ വാല്യൂ 16 ആണ്, ബിയുടെ വാല്യൂ 6 ആണെന്ന്. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക B + 10 ആണ്, കാരണം അഡീഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ B + 10 ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ 6 ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. B + 10 ചെയ്യുന്ന സമയത്ത് അത് 16 കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ B + 10 ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. ആ B + 10 എന്നുള്ള സ്ഥലത്ത് 16 എന്ന് വരും. A = 16 ആൻഡ് B > 5. ഇങ്ങനെയായി നമ്മുടെ എക്സ്പ്രഷൻ. ഇനി അടുത്തത് നമുക്ക് ഈ എക്സ്പ്രഷനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ആർക്കാണ് നോക്കാം. അപ്പോൾ ഇവിടെ 3 ഓപ്പറേറ്ററാണ്, ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ. ഇതിനകത്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനേക്കാളും പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത് ഡബിൾ ഈക്വൽ ടു വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ വരുന്നുണ്ട്. ഇതിൽ തന്നെ പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? ഗ്രേറ്റർ ദാനാണ്. ഗ്രേറ്റർ ദാനിന് ശേഷമാണ് ഈക്വൽ ടു വന്നത്. അപ്പോൾ അടുത്തത് ഇവാലുവേറ്റ് ചെയ്യുക B > 5 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A = 16 ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അത് രണ്ടുമാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ B > 5 അത് ട്രൂ ആണോ? ആണ്, കാരണം B എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത് ട്രൂ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 കിട്ടും. ദെൻ A = 16. A 16 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ട്രൂ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B > 5ഉം A = 16 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാവും 1 ആൻഡ് 1. അതിനുശേഷം നമ്മൾ ആൻഡിനെ ഇവാലുവേറ്റ് ചെയ്യണം. 1 ആൻഡ് 1നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. അതായത് ട്രൂ ആണ്. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ് ഇഫ് ദി വാല്യൂ ഓഫ് A is 16 ആൻഡ് B is 6. ഇനി ആൻഡും ഓറും പറഞ്ഞ സമയത്ത് പറയാതെ പോയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ആൻഡ് 1 എന്നാണ് വന്നത്. അതായത് ഫസ്റ്റ് ഓപ്പറാൻഡ് 1 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൻഡ് സെക്കൻഡ് ഓപ്പറാൻഡ് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അതായത് 1 ആൻഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓപ്പറാൻഡും നോക്കും. അതേസമയം 0 ആൻഡ് 1 എന്നാണ് വന്നേ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പറാൻഡ് 0 ആണ്. ഫസ്റ്റ് ഓപ്പറാൻഡ് 0 ആണെങ്കിൽ സെക്കൻഡ് എന്താ നോക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. കാരണം ആൻഡിന് ഒരു ഓപ്പറാൻഡ് 0 ആണെങ്കിൽ റിസൾട്ട് 0 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്പറാൻഡ് 0 വന്നാൽ ഇവിടെ 1 വന്നാലും 0 വന്നാലും, സെക്കൻഡ് ഓപ്പറാൻഡ് 1 വന്നാലും 0 വന്നാലും ആൻഡിന് ഒരേപോലെയാണ്. അതുകൊണ്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്പറാൻഡ് നോക്കും. ഫസ്റ്റ് ഓപ്പറാൻഡ് 1 ആണെങ്കിൽ മാത്രമേ സെക്കൻഡ് ഓപ്പറാൻഡ് എന്താണെന്ന് ആൻഡ് നോക്കുകയുള്ളൂ. ഫസ്റ്റ് ഓപ്പറാൻഡ് 0 ആണെങ്കിൽ സെക്കൻഡ് ഓപ്പറാൻഡ് നോക്കില്ല. അതുപോലെ ഓർ ചെയ്യുന്ന സമയത്ത് ഓറിന് 1 ഓർ 1 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, 1 ഓർ 0 എന്ന് പറഞ്ഞാലും ട്രൂ ആണ്. അതായത് ഒരു ഓപ്പറാൻഡ് 1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്പറാൻഡ് നോക്കും ഓർ. ഫസ്റ്റ് ഓപ്പറാൻഡ് 1 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്പറാൻഡ് നോക്കില്ല. സെക്കൻഡ് ഓപ്പറാൻഡ് എന്ത് തന്നെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആണ്. അതേസമയം ഫസ്റ്റ് ഓപ്പറാൻഡ് 0 ആണെങ്കിൽ സെക്കൻഡ് 1 ആണോ 0 ആണോ എന്നുള്ളത് നോക്കണം. അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ട് ആൻഡിനും ഓറിനും. അതായത് ആൻഡിൻ്റെ കേസിൽ ഫസ്റ്റ് ഓപ്പറാൻഡ് 0 ആണെങ്കിൽ സെക്കൻഡ് ഓപ്പറാൻഡ് എന്താ നോക്കില്ല, അതിൻ്റെ റിസൾട്ട് 0 ആയിട്ട് എടുക്കും. ഓറിൻ്റെ കേസിൽ ഫസ്റ്റ് ഓപ്പറാൻഡ് 1 ആണെങ്കിൽ സെക്കൻഡ് 0 ആണോ 1 ആണോ എന്ന് അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ബാക്കി നോക്കില്ല, അതിൻ്റെ റിസൾട്ട് 1 ആയിട്ട് എടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രസിഡൻസിൽ പറയാനുള്ളത്, പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി.